വൈക്കത്ത് രണ്ടിടങ്ങളിൽ തീപിടുത്തം. ഇടയാഴത്ത് വീടിന് തീപിടിച്ച് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരിയായ വയോധിക മരിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപം രാവിലെ കന്നഡ തെലുങ്ക് സമൂഹത്തിന്റെ സരസ്വതി മണ്ഡപത്തിനും തീപിടിച്ചു. വൈക്കം ഇടയാഴത്ത് വെള്ളിയാഴ്ച രാത്രിയിലാണ് വീടിന് തീപിടിച്ച് വയോധിക മരിച്ചത്. ഇടയാഴം കൊല്ലന്താനത്ത് 75 വയസ്സുകാരി മേരിയാണ് മരിച്ചത്. ബദരി മൂകയുമായ മേരി ഒറ്റയ്ക്കായിരുന്നു താമസം. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചെങ്കിലും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. തീയണച്ച ശേഷം നടത്തിയ തെരച്ചിലിലാണ് മേരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. വിളക്കിൽ നിന്നോ അടുപ്പിൽ നിന്നോ തീ പടർന്നതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപം കന്നഡ തെലുങ്ക് സമൂഹത്തിന്റെ സരസ്വതി മണ്ഡപത്തിൽ രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. 4 കെട്ടോടുകൂടിയ സരസ്വതി മണ്ഡപം ഏറെ കാലപ്പഴക്കമുള്ളതാണ്. നവരാത്രി നാളുകളിൽ ഇവിടെ പ്രത്യേക പൂജയും എഴുത്തിനിരുത്തും നടക്കാറുള്ളതാണ്. വൈക്കം ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കോട്ടയം.